ഹായ്, വെൽക്കം ടു കൂട്ടിയ കൂടുന്നത്. നാട്ടിലിപ്പോൾ നല്ല മഴക്കാലമാണ്. ഭക്ഷണപ്രേമികളായ നമുക്ക് മഴക്കാലം കൂടുതൽ ആസ്വാദകരമാകുന്നത് കയ്യിലൊരു കപ്പ് ചായയും ഒരു കടിയും ഉള്ളപ്പോഴാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി 4 മണി പലഹാരം ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? നമ്മളിന്ന് ഉണ്ടാക്കി നോക്കാൻ പോകുന്നതാണ് നല്ല ഉള്ളിപ്പക്കോട. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നല്ല റെസിപ്പീസിനായി നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഉള്ളിപ്പക്കോട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ആദ്യം വെല്ലുള്ളി, ഒരു മീഡിയം സൈസ് 4 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്, കറിവേപ്പില കട്ട് ചെയ്തത്. ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, സാദാ ജീരകം, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. മുളക് പൊടിയും ഉപ്പും നമ്മുടെ ആവശ്യത്തിനാണ്. ലേശം കായപ്പൊടി, പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച മല്ലിയില, കറിവേപ്പില. ഇതുകൂടാതെ ഞാനൊരു ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ലേശം 2 ടേബിൾ സ്പൂണോളം വെള്ളം. അതിൽ കൂടുതൽ വെള്ളം ഇതിലേക്ക് ആവശ്യമില്ല. ഈ പൊടികളും കറിവേപ്പില, മല്ലിയില ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച ഉള്ളി അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ക്രിസ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരുമ്പോൾ ലേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഇതിലേക്ക് അടിപൊളിയായിരിക്കും. ഒന്ന് നന്നായി ചേർത്ത് ഒരു 5 മിനിറ്റ് ഇതൊന്ന് സെറ്റാവാൻ വെക്കുക. ഇനി നമുക്ക് അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ഇടാം. വലിയ വലിയ പീസായിട്ട് ഇടരുത്, കുറച്ച് ചെറിയ പീസായിട്ട് ഇടുമ്പോഴാണ് നമുക്ക് ഈ സാധനം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. ആഹാ, നമ്മുടെ അടിപൊളി ഉള്ളിപ്പക്കോട റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി കോരിയെടുത്തൊരു പാത്രത്തിലേക്ക് ആക്കാം. നല്ല മണം, നല്ല ക്രിസ്പിനെസ്സും ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ. ഇനി ഒരു ഫിനിഷിംഗ് ടച്ചിനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു പാകം ഇത്രയും ആയാൽ മതി. ഇതുകൂടി ആയിക്കഴിഞ്ഞാൽ ഈ കറിവേപ്പിലേനെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഉള്ളിപ്പക്കോട ഈസ് റെഡി. എന്നാൽ ഞങ്ങൾ പോയി കഴിക്കട്ടെ. നിങ്ങളും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.